Hi friends, welcome back to the English time. Today's class, the best investment I ever made. Paragraph 10. പത്താമത്തെ പാരഗ്രാഫാണ് ഈ പാഠത്തിൽ എടുക്കാനുള്ളത്. The best investment I ever made. Page number 79. I was a young doctor at the time. അപ്പോൾ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയ സമയം ഇദ്ദേഹത്തിന് ചെവിയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഏതായിരുന്നു ആ സമയം? അവർ പരസ്പരം കണ്ടുമുട്ടിയ സമയം. ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം ആൻഡ് ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് എ പ്രാക്ടീസ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്ട് ഓഫ് ലണ്ടൻ. ഞാനന്ന് ലണ്ടനിലെ ജോലിക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഡോക്ടറായി സേവനം അനുഷ്ഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹം പറയാണ്, അന്ന് അദ്ദേഹം ഒരു ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്, നല്ല മഞ്ഞുള്ള ഒരു നവംബർ മാസത്തിലെ രാത്രി, ടുവാർഡ്സ് 1 o'clock, I was awakened by a loud banging on the door. അന്ന് രാത്രിയിൽ വാതിലിൽ ശക്തിയായി തട്ടുന്നത് കേട്ട് ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്നും എണീറ്റു. ഹറിഡ്ലി ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ് ആൻഡ് വെൻ ഡൗൺ സ്റ്റെയർ. പെട്ടെന്ന് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. ഇറ്റ് വാസ് എ സർജൻ ഓഫ് പോലീസ് ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ്സ് ആൻഡ് ക്യാപ് മിസ്ലി ഔട്ട്ലൈൻ ഓൺ ദ ഡോർ സ്റ്റെപ്സ്. അതൊരു പോലീസുകാരനായിരുന്നു. അദ്ദേഹം, എ സൂയിസൈഡ് കേസ്, ഹി ടോൾഡ് മീ. അവിടെ ഒരു ആത്മഹത്യ. അബ്രപ്റ്റ്ലി ഇൻ ദ ലോഡിങ്സ് അറൗണ്ട് ദ കോർണർ, ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഉടനെ അവിടെ ചെല്ലണം എന്ന് പോലീസുകാരൻ എന്നോട് പറഞ്ഞു. അങ്ങനെ വി വാക്ക് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ സൈലൻസ്. ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെയാണ് അല്പം ദൂരം നടന്നത്. ഈവൻ അവർ ഫുഡ് സ്റ്റെപ്സ് മഫിൾഡ് ബൈ ദ ഫോഗ്. എന്നാൽ നല്ല മഞ്ഞുണ്ടായിരുന്നതിനാൽ കാലടികൾ മഞ്ഞിങ്ങൾ തട്ടുമ്പോൾ നേരിയ ശബ്ദമുണ്ടായിരുന്നു. ആൻഡ് ടേൺ ഇൻ ടു ദ നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്. പഴയൊരു കെട്ടിടത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചത്. അങ്ങനെ ഇടുങ്ങിയൊരു വാതിലേക്ക് പ്രവേശിച്ചു. ആസ് വി മൗണ്ടഡ് ദ ക്രീക്കിംഗ് സ്റ്റെയർകേസ്, മൈ നോസ്ട്രിൽസ് വെർ സ്റ്റങ് ബൈ ദ 6 sweet odor ഓഫ് ഇലുമിനേറ്റിംഗ് ഗ്യാസ്. അങ്ങനെ ആ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി മുകളിലേക്ക് പോയപ്പോൾ തീ പിടിക്കുന്ന ഏതോ ഒരു വാതകത്തിൻ്റെ നല്ല രൂക്ഷമായ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറി. ഓൺ ദ അപ്പർ സ്റ്റോറി, the agitated landlady showed us to a bare little attic where, stretched on a narrow bed, lay the body of a young man. അപ്പോൾ മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ അസ്വസ്ഥതയോടെ കെട്ടിട ഉടമസ്ഥയായ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ കട്ടിൽ ചൂണ്ടിക്കാണിച്ചു. ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ. അതിലൊരു ചെറുപ്പക്കാരൻ്റെ ശരീരം കിടപ്പുണ്ടായിരുന്നു. ആൾത്തോ അപ്പാരൻലി ലൈഫ്ലെസ്, ജീവനില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും, ദർ റിമൈൻ ദ ബെസ്റ്റ് ചാൻസ് ദാറ്റ് ദ യങ് വാസ് നോട്ട് ക്വൈറ്റ് ബിയണ്ട് റീകോൾ. അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചെറിയൊരു സാധ്യത അവശേഷിച്ചിരുന്നു. വിത്ത് ദ സർജൻസ് ഹെൽപ്പ്, ഐ ബിഗാൻ ദ വർക്ക് ഓഫ് റെസിസിറ്റേഷൻ. അങ്ങനെ ആ പോലീസുകാരൻ്റെ സഹായത്തോടെ ഞാൻ അയാളുടെ ബോധം തെളിയിക്കാനുള്ള, പുനരുജ്ജീവനത്തിനുള്ള, ബോധം തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം തുടങ്ങി. ഫോർ ആൻ എൻറ്റയർ ഹവർ we labored without success. 1 മണിക്കൂർ പരിശ്രമിച്ചെങ്കിലും
മണിക്കൂറോളം പരിശ്രമിച്ചു, പക്ഷെ അതിനൊന്നും ഫലം കണ്ടില്ല. ഡിസ്പൈറ്റ്സ് ഓഫ് അവർ മോസ്റ്റ് സ്ട്രീനിയസ് എക്സേഷൻ ഇറ്റ് അപ്പിയർഡ് യൂസ്ലെസ്. ഞങ്ങളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധിയൊക്കെ ചെയ്തു നോക്കി, പക്ഷെ അതൊക്കെ അപ്പിയർഡ് യൂസ്ലെസ്, അതൊന്നും പ്രയോജനമുണ്ടായില്ല. ദെൻ ആസ് വി ആർ അബൌട്ട് ടു ഗിവ് അപ്പ് കംപ്ലീറ്റ്ലി exhausted, they broke from the patients a shallow. തന്നെ തളർന്നു പോയ ഞങ്ങൾ അങ്ങനെ പരിശ്രമിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ പരിശ്രമിച്ചു, ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. ശ്രമം അവസാനിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അയാളിൽ നിന്ന് ശ്വാസമെടുക്കുന്ന ഒരു നേരിയ ശബ്ദം പുറത്തു വന്നത്. ഹാഫ് ആൻ അവർ ഓഫ് redoubled effort and we had the youth sitting up gazing at us dazedly. അരമണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ അയാൾ വീണ്ടും കട്ടിലിൽ എഴുന്നേറ്റിരുന്നപ്പോൾ അയാൾ then as we were about to giving up and we had the youth sitting up gazing at us dazedly. അദ്ദേഹം ഞങ്ങളങ്ങനെ രൂക്ഷമായി പരിഭ്രാന്തിയോട് ഞങ്ങളങ്ങനെ തുറച്ചു നോക്കി. സ്ലോവ്ലി ഹി സീം ടു ബി റിയലൈസിങ് ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ സാഹചര്യത്തെ, അതിൻ്റെ ആ ഭീകരതയെ, ഹൊററിനെ അയാൾ സാവധാനം ബോധ്യമായി. അപ്പോൾ ഡോക്ടറും ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ പോയി നോക്കുന്നു, അവിടെ ഒരു പോലീസുകാരനുണ്ട്. അങ്ങനെ പോലീസുകാരൻ്റെ കൂടെ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീ അവർക്കൊരു ബോഡി കാണിച്ചു കൊടുക്കുന്നു. ആത്മഹത്യ ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ പരിശ്രമിച്ചു, 1 മണിക്കൂർ പരിശ്രമിച്ചു. അങ്ങനെ ഒരു ചെറിയൊരു അനക്കം വന്ന് ശബ്ദം കേട്ടപ്പോൾ വീണ്ടും അരമണിക്കൂറോളം വീണ്ടും പരിശ്രമിച്ചപ്പോൾ അയാൾ കട്ടിലിലിരുന്നു. അങ്ങനെ ആസ് വി റിഗെയിൻ ഹിസ് സ്ട്രെങ്ത്, ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ഹി ടോൾഡ് us ഹിസ് സ്റ്റോറി, അയാൾ തൻ്റെ കഥ പറയാൻ തുടങ്ങി. ഹിസ് പാരൻസ് were dead, അയാളുടെ മാതാപിതാക്കൾ മരിച്ചുപോയി. ആൻ അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം എ പൊസിഷൻ ആസ് ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. അദ്ദേഹത്തിൻ്റെ അങ്കിള് അയാൾക്കൊരു വക്കീലിൻ്റെ ഓഫീസിൽ ക്ലർക്കായി ജോലി വാങ്ങിച്ചു കൊടുത്തു. ഹി ഹാഡ് ബീൻ ഇൻ ദ സിറ്റി ഓൺലി 6 months, 6 മാസമേ അയാൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അറ്റർലി ഫ്രണ്ട്ലെസ്, he had fallen victim to the loose society of the streets, had made bad companions, and like a young fool eager to taste pleasure for beyond his means. അങ്ങനെ അദ്ദേഹത്തിന് utterly friendless, he had fallen victim to the loose society of the street, had made bad companion, and like young fool, സുഹൃത്തുക്കളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല. ഒരു വിഡ്ഢിയെപ്പോലെ പതിയെ അയാൾ തെരുവിലെ മോശം കൂട്ടുകെട്ടിൽ പെട്ടുപോയി. എന്നിട്ടോ ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയണ്ട് ഹിസ് മീൻസ്, അദ്ദേഹത്തിന് കഴിയുന്നതിനപ്പുറമുള്ള സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. ഹാഡ് ബിഗാൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്, കുതിരകളെ പന്തയം വെക്കാൻ തുടങ്ങി. Soon he had lost all his small saving, had purged his belonging on bookmark a disastrous amount. In an effort recome, he had taken a sum of money from the office safe for a final gamble. അങ്ങനെ വാതുവെപ്പ് തുടങ്ങി, കുതിരപ്പന്തയം വെക്കാൻ തുടങ്ങി. താമസിയാതെ അദ്ദേഹം ഉണ്ടാക്കി വെച്ച സമ്പാദ്യമൊക്കെ അദ്ദേഹത്തിന് നഷ്ടമായി. ഉള്ളതെല്ലാം പണയപ്പെടുത്തി നല്ലൊരു തുക കടം കൊടുക്കാൻ വാങ്ങി. അത് വീട്ടാനായിട്ട് അദ്ദേഹം ഹി ഹാഡ് ടേക്കൺ എ സം ഓഫ് മണി ഫ്രം ദ ഓഫീസ് സേഫ് ഫോർ എ ഫൈനൽ ഗാമ്പിൾ. അത് ഓഫീസ് സേഫിൽ നിന്നും ഒരു തുകയെടുത്ത് വീണ്ടും ഒരു പന്തയത്തിൽ അദ്ദേഹം ഏർപ്പെടാണ്.
He was assured, was certain to win. അദ്ദേഹത്തിന് ജയിക്കുമെന്നായിരുന്നു അയാളുടെ ഉറച്ച വിശ്വാസം. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട്സ് ഹാഡ് ഫെയിൽഡ്. അങ്ങനെ അവസാനത്തതും അയാൾ പരാജയപ്പെട്ടു. ടെറിഫൈഡ് ഓഫ് ദ പ്രോസിക്യൂഷൻ that must follow, sick at heart, sunk in despair, he had shut himself in his room and turned on the gas. അവസാന പന്തയമെന്ന നിലയിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതിലും അയാൾ പരാജയപ്പെട്ടു. എന്നിട്ട് അയാൾ ആകെ ദുഃഖിതനായി, നിരാശനായി. അങ്ങനെ ആ സേഫ് തുറന്ന് കാഷ് അടിച്ചു മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും നിയമ നടപടികൾ പ്രോസിക്യൂഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ച് വരുമെന്ന് ഭയപ്പെട്ട് അയാൾ മുറിയിൽ കയറി വാതിലടച്ച് ഗ്യാസ് തുറന്നു വിട്ടു. എ ലോങ് ബാർ ഓഫ് സൈലൻസ് ട്രോബിഡ് ഇൻ ദ ലിറ്റിൽ ആറ്റിക് വെൻ ഹി കൺക്ലൂഡഡ് ദിസ് ഹാൾട്ടിങ് കൺഫെഷൻ. അയാൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഏറെ നേരത്തെ നിശബ്ദത അനുഭവപ്പെട്ടു. Then gruffly the surgeon asked how much he had stolen. എത്ര ക്യാഷാണ് നിങ്ങൾ അവിടെ നിന്ന് കവർന്നത് എന്ന് പോലീസുകാരൻ ഗൗരവത്തോടെ ചോദിച്ചു. 7 pound 10 shilling. The answer sounded pitiful. 7 പൗണ്ടും 10 ഷില്ലിങ്ങും. അയാളുടെ മറുപടി ദയാപൂർവമായിരുന്നു. For this paltry sum he had almost thrown away his life. ഈ ചെറിയ തുകയ്ക്ക് വേണ്ടിയാണ് അയാൾ അയാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. There was a pause. The three of us, the surgeon, the landlady and me, as the sole witness of the near tragedy, had the same unspoken thought in our mind. We decided to give the young man a fresh start. കുറച്ചു നേരത്തേക്ക് അവിടെ ഒന്നും പറഞ്ഞില്ല. 3 പേരാണ് ഇപ്പോൾ ഇതിന് സാക്ഷികളായത്. ആരൊക്കെയാണ്? ദ 3 of us, ദ സർജൻ, ദ ലാൻഡ് ലേഡി ആൻഡ് മീ. ലാൻഡ് ലേഡിയും പോലീസ് ഉദ്യോഗസ്ഥനും. അപ്പോൾ ഇവരാണ് 3 പേരാണ് സാക്ഷികളായിട്ടുള്ളത്. പരസ്പരം പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ എല്ലാം ചിന്തിച്ചത് ഒരേ കാര്യമായിരുന്നു. ഞങ്ങൾ പരസ്പരം ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. പക്ഷെ ചിന്തിച്ചത് എന്തായിരുന്നു? ഈ ചെറുപ്പക്കാരന് വീണ്ടും ഒരു പുതുജീവിതം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. ദ സർജൻ, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ, അറ്റ് ദ കൺസിഡറബിൾ റിസ്ക് ടു ഹിസ് ജോബ്, റിസോൾവ്ഡ് ടു മേക്ക് നോ റിപ്പോർട്ട് അപ്പോൺ ദ കേസ് സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിംഗ് വുഡ് റിസൾട്ട്. പുറത്തിറങ്ങിയാൽ തൻ്റെ ജോലി പോകുന്നൊക്കെ അറിയാം പോലീസുകാരന്. എന്നാലും അദ്ദേഹത്തിൻ്റെ റിസ്ക് എടുത്തുകൊണ്ട് അദ്ദേഹം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും പോലീസുകാരൻ തീരുമാനിച്ചു. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ കോടതി നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. ദ ലാൻഡ് ലേഡി ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ് അണ്ടിൽ ഹി ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീറ്റ് അഗെയിൻ. അയാൾ ഈ സ്വന്തം അധ്വാനിച്ച് സ്വന്തം നിലക്ക് നിൽക്കാൻ കഴിയുന്നത് വരെ ഇവിടെ സൗജന്യമായി താമസിക്കാമെന്ന് കെട്ടിട ഉടമസ്ഥയും പറഞ്ഞു. While I make him perhaps the last contribution, came forward with a 7 pound 10 shilling for him to put back in the office safe. ഒരുപക്ഷെ ഞാനായിരിക്കും ഏറ്റവും ചെറിയ സഹായം ചെയ്തത്. ഓദർക്ക് തോന്നാണ് ഞാനായിരിക്കും ഏറ്റവും ചെറിയ സഹായം ചെയ്തത്. ഓഫീസിൽ തിരികെ വെക്കാനുള്ള 7 പൗണ്ട് 10 ഷില്ലിങ്ങും നൽകാമെന്നും ഞാൻ ഏറ്റു. ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ്. അപ്പോൾ ഇത് ഇയാൾ കഥ പറഞ്ഞ് ഒക്കെ നിൽക്കുകയാണ്. നമ്മുടെ കപ്പലിങ്ങനെ ഇരുട്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. There was no need of speech. സംസാരത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. വിത്ത് എ ടെൻഡർ gesture, മിസ്സിസ് ഹാഡ് ടേക്കൺ ഹർ ഹസ്ബൻഡ്സ് ഹാൻഡ്. അങ്ങനെ മിസ്സിസ് അവരുടെ ഭർത്താവിൻ്റെ കൈകൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ് I could not but reflect that it was the best investment I had made in my life.
It had paid me no dividends in worldly good, but had turned out to be immensely profitable. It stood out against all the bad investment I had made throughout the years, those foolish speculations for material gain, producing only anxiety, disappointed, and frustration. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നിയത്, ഓതർക്ക് തോന്നിയത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മുതൽ മുടക്ക് അതായിരുന്നുവെന്നാണ്. ആ മുതൽ മുടക്കിൽ നിന്ന് എനിക്ക് ലാഭവിഹിതമൊന്നും കിട്ടിയിട്ടില്ല. അയാൾക്ക് ക്യാഷ് കൊടുത്തത് കൊണ്ട് ലാഭവിഹിതമൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും അത് ഏറ്റവും ലാഭകരമായൊരു മുതൽ മുടക്കായി മാറുകയായിരുന്നു. ഉത്കണ്ഠയും നിരാശയും ഇച്ഛാഭംഗവുമെല്ലാം സമ്മാനിക്കുന്ന, ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്ന, പ്രോഫിറ്റുകൾ ലഭിക്കുന്ന, ലാഭമുണ്ടാക്കുന്ന കുറേ മോശം മുതൽ മുടക്കുകൾ നടത്തിയിട്ടുണ്ട്. സാധനം വാങ്ങുമ്പോൾ നമുക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടും, മുടക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടും. അതുപോലെ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ മുതൽ മുടക്കിൽ നിന്നെല്ലാം ഇത് വ്യത്യസ്തമായി നിന്നു. പ്രൊസീഡിങ് ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഈ നൽകിയ ക്യാഷ്. കാരണം എന്താ, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. യുവാക്കൾക്കുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളോളമായി അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഒരു മീനിങ്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന പാഠം. അപ്പോൾ ഇതിലുള്ള കിട്ടാത്ത വാക്കുകളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്നിട്ട് ഡിക്ഷണറിയിൽ കണ്ടെത്തുക. എന്നിട്ടും കിട്ടാത്തതുണ്ടെങ്കിൽ അതെനിക്ക് വിട്ടു തരാം, അർത്ഥം ഞാൻ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക, കേട്ടിട്ട് ഒന്ന് വായിച്ച് നോക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.